പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിധവയായ വീട്ടമ്മ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം നടത്തുകയാണ്. ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ 22 കുടുംബക്കാരുണ്ട് വീട് അനുവദിക്കാതെ. അവിടെ വീട് അനുവദിച്ചിട്ട് തറ കെട്ടിയവരും തറ കെട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ 18 വീടും ഞങ്ങളുടെ ഈ പ്രാവശ്യം അനുവദിച്ച PMKYയുടെ 2 വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് 3 പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം, 2 ദിവസം മുമ്പ് 2 ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരവും ഇതേവരെ നടത്തി തന്നില്ല. ലാസ്റ്റ് പറഞ്ഞ് അദാലത്തിന് പോയി, അദാലത്തിന് വെക്കാൻ പറഞ്ഞു. ഞങ്ങൾ അദാലത്തിന് കൊണ്ട് വെച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല. അതിന് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്നിട്ടും ഒരു വിവരമില്ല. കളക്ടറേറ്റ് നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇതിന് എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇവർക്ക് പെർമിറ്റ് നൽകാത്തത്? ഈ വീണ ഷാജിയും കുടുംബവും കഴിഞ്ഞ 50 വർഷമായി കോവിൽമല തേക്കിൻ പ്ലാന്റേഷന് സമീപത്തായിട്ടാണ് താമസിക്കുന്നത്. ഇവർ ഈ വാസയോഗ്യമായ വീട് ഇവർക്കുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും PMAY അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വീട് അനുവദിച്ചത്. തറ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് വനം വകുപ്പ് ഇത് തടയുന്നത്. വനം വകുപ്പ് തടഞ്ഞതിനാലാണ് ഇത്തരത്തിൽ വീടിന് പെർമിറ്റ് നൽകാൻ ഇപ്പോൾ പഞ്ചായത്തിന് സാധിക്കാതെ വന്നിരിക്കുന്നത്. പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് മറ്റ് മന്ത്രിമാരെ കാണുകയും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കാണുകയും അദാലത്തിന് പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധമായ നടപടിയും ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു നിരാഹാര സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവർ നിരാഹാരം സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നടപടി ഉണ്ടാവുന്നതുവരെ ഈ നിരാഹാര സമരം തുടരുമെന്നാണ് ഇപ്പോൾ വീണ ഷാജി പറയുന്നത്.